സംഘടിപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് സുവിധാ മേഡത്തിന് ടി മാസ്റ്റേഴ്സിന്റെ ലീഡറായിട്ടുള്ള ആളായിട്ട് നമ്മൾ സംഘടിപ്പിക്കാം. അടുത്തത് ചിന്നോജി വന്നിട്ട് ഒരാൾ വന്ന് ജസ്റ്റ് സുവിധാ മേഡത്തിന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുക്കണം. ആ സുവിധാ മേഡം വെച്ചോടി എന്നിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കുക. ടീമിനെ വരും എന്നുള്ള പ്രതീക്ഷ. അപ്പോഴാണ് ഓഫീസർ വന്നത്. ഓഫീസർ വന്നിട്ട് സുവിധാമാരുടെ ചിന്നസാർ വെച്ചോളി നിങ്ങൾ കൊണ്ടുപോയിക്കോളി ഞാനും ഉണ്ട്. പക്ഷെ മോക്കില് ഈസി ആയിട്ട് ഇരുന്നിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. അപ്പോഴാണ് സതീഷ് സാർ വരുന്നത്. സതീഷ് സാർ ഈസി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ അത്തായിരിക്കും ഇങ്ങനെ കൊണ്ടുപോകാൻ സതീഷ് സാർ എഫേർട്ട് ഉണ്ട്, എഫേർട്ട് ഇല്ല എന്നുള്ള രീതി. അടുത്ത ഒരാള് വരുന്നു, നമ്മള് ശൈലികളും വന്നിട്ട് പറയാണ് നമുക്ക് പറ്റിയ പണിയാൽ നിർത്തിക്കാതെ നല്ലപോലെ നടക്കുന്ന കൊടുത്ത് അങ്ങനെ അവര് പോകുന്ന സമയത്താണ് അപ്പുറത്ത് നല്ലൊരു ടീം നല്ല സിസ്റ്റത്തോട് കൂടിയിട്ട് നല്ല ഒരേ താളത്തോടെ ഒരേ ബോധത്തോട് കൂടിയിട്ട് പോകുന്നത്. അപ്പൊ എന്തായി മനസ്സിലായി എന്താണ് ടീമിന് സംഭവിച്ചത്. എതിർത്ത് നിന്ന ശൈലി മാഡത്തിന് അവിടെ ഓടിക്കുകയും ചെയ്ത് ബാക്കിയുള്ള ആളുകളുടെ കൂടെ പിടിച്ചിട്ട് ഒരു 2 വർഷം കൊണ്ട് സാറേ ഞങ്ങൾ എറണാകുളം പ്രദേശത്തിലെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ കോടീശ്വരന്മാരായിട്ട് വലിയ സന്തോഷമാണ്. കാരണം ഇതൊരു മിറാക്കിൾ പ്ലാറ്റ്ഫോം ആണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഈ ഒരു കേൾക്കുന്നുണ്ടല്ലേ എല്ലാവരും പോലെ തീവില്ല. കാരണം ഇത് എല്ലാവരും പറയാണ്ട് ഇതൊരു മിറാക്കിൾ പ്ലാറ്റ്ഫോം ആണ് ഫിജിക്ക.com. സത്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഠിച്ചോണ്ട് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണാൻ ഈ ഒരു കൺസെപ്റ്റിനെ. കാരണം എന്റെ മോളിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്കൂളിലൊക്കെ വന്ന കുഴപ്പമില്ലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മളെ മക്കളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ ഭയങ്കര സംഭവം നോക്കേണ്ട കാര്യമാണ്. കുട്ടികൾ നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അത് എന്താന്ന് വെച്ച് പോണവരാണ് ഇപ്പൊ ഡീസന്റ് കൊണ്ടുപോലും ആദ്യം പഠിക്കേണ്ട പോണാണല്ലോ ഞാൻ പണിക്കൊക്കെ. അപ്പൊ സംസാരിക്കുന്ന രീതി മാറി എന്നാണ് പറയുന്നത്. സംസാരത്തിൽ ക്വാളിറ്റി വന്നു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ഫിനാൻഷ്യലിനെക്കാട്ടിയും നമ്മളെ ആളുകളെ പേഴ്സണലായിട്ട് ഒരുപാട് മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രേമിക്കാൻ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. കാരണം നമ്മള് ഖുർആനിലും എല്ലാ ബന്ധങ്ങളും പറയുന്നുണ്ട് പഠിച്ചവൻ നല്ലൊരു അവസരം തരും, നല്ല ബന്ധങ്ങൾ തരുന്നതാണ്. എന്റെ ഏറ്റവും നല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ആയിട്ടുള്ള, എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച, എന്നെ ചിന്തിക്കാൻ പഠിപ്പിച്ച, എന്നെ എഴുതാൻ പഠിപ്പിച്ച എന്താ ഒരുപാട് എനിക്ക് റോൾ മോഡലാണ്. ഒരുപാട് നന്ദിയുണ്ട് ഈ അവസരത്തിൽ ഈ കൺസെപ്റ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന് നന്ദി പറയാണ്. പിന്നെ കുറെ ബന്ധങ്ങൾ കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. നിരന്ന് നിൽക്കുന്ന അനുഗ്രഹമുള്ള കുറെ ബന്ധങ്ങൾ ഏത് ജില്ലയിൽ പോയാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണെന്നുള്ളതാണ്. അപ്പം അതിലൊക്കെ ഉപരി ഞാനൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെല്ലാവരും, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ അച്ഛനമ്മ, നിങ്ങളൊന്ന് ശരിക്കും അവരോടൊന്ന് മനസ്സിരുന്ന് നിങ്ങൾ മൈൻഡ് ഫ്രീ ഉള്ള സമയത്ത്, നിങ്ങൾ സന്തോഷമുള്ള സമയത്ത് നിങ്ങൾ അച്ഛനെയും അമ്മനെയും മക്കളെയും മുമ്പിൽ നിർത്തി ചോദിച്ചൊക്കെ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ചോദിച്ചാൽ അവര് അപ്പൊ കറക്റ്റ് ആയിട്ട് പറയും. നിങ്ങൾ ചോദിക്കണം. കാരണം ആ ഒരു കുറ്റബോധം എനിക്കുണ്ടെന്നുള്ള. കാരണം എന്റെ ഉമ്മ ഈ ഒരു എവിടെ വിളിച്ചാലും, ഞങ്ങൾ ആര് വിളിച്ചാലും എന്റെ ഉമ്മ വരാറില്ല, എവിടെ പരിപാടിക്ക് വരാറില്ല. അപ്പൊ പറയാറുണ്ട് എനിക്ക് വയ്യാ വയ്ക്കുന്ന പറയാം. പക്ഷെ ഞാൻ വണ്ടി എടുത്ത സമയത്ത് എന്റെ ഉമ്മ എന്നോട് ആദ്യം പറഞ്ഞാണ് എനിക്ക് എല്ലാ സ്ഥലത്തും വരാലോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിന്റെ സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും എന്റെ കൂടെ മുമ്പിൽ നിന്ന് വരാറുണ്ട്. ഇപ്പൊ എന്റെ ഏട്ടന്റെ ഓട്ടോറിക്ഷ അവോയ്ഡ് ചെയ്യലാണ്. അത് ഡൂക്കി വണ്ടി എന്റെ 5 ലക്ഷം രൂപയുടെ സോണറ്റ് വണ്ടിയിലാണ് എന്റെ ഉമ്മന്റെ യാത്ര എന്നുള്ളതാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുള്ളതാണ്. ഞങ്ങൾ സന്തോഷം ഇതാണെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ മക്കൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ മക്കൾ പറയുന്ന